സ്ത്രീകൾ പറയാൻ മടിച്ച പല കാര്യങ്ങളും എഴുത്തിലൂടെ പറഞ്ഞ മാധവിക്കുട്ടി അഥവാ കമല സുരയ്യയെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയുണ്ടാവില്ല. അതിനാൽ ആമി എന്ന ചിത്രം വളരെ മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. കമല സുരയ്യ അഥവാ മാധവിക്കുട്ടി എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് ആമി. ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ ഫെബ്രുവരി 9 തന്നെ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നു. വളരെ വിവാദങ്ങൾക്കൊടുവിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. മമ്മൂട്ടി നായകനായി 2015 സംവിധാനം ചെയ്ത ഉട്ടോപ്യയിലെ രാജാവ് എന്ന സിനിമയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ആമി. റിയൽ ആൻഡ് റിയൽ സിനിമയുടെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാധവിക്കുട്ടിയായി സിനിമയിൽ അഭിനയിക്കുന്നത് മഞ്ജു വാര്യരാണ്. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യരും കമലും ഒന്നിക്കുന്ന സിനിമ എന്ന പ്രത്യേകത കൂടി ആമി എന്ന ചിത്രത്തിനുണ്ട്. സിനിമ നിർമ്മിക്കുന്നതിനു വേണ്ടി സംവിധായകനും അണിയർ പ്രവർത്തകരും ഏറെക്കാലമായി പല ഗവേഷണങ്ങളും നടത്തിയിരുന്നു. വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും മാധവിക്കുട്ടിയുമായി ബന്ധമുള്ള പലരും ഈ ചിത്രത്തിലുണ്ട്. മുരളി ഗോപി, അനൂപ് മേനോൻ, ടോവിനോ തോമസ്, ജ്യോതി കൃഷ്ണ, KPSC ലളിത, ശ്രീദേവി ഉണ്ണി, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, വിനയപ്രസാദ്, രഞ്ജി പണിക്കർ തുടങ്ങിയ താരങ്ങളാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആമി എന്ന പേരിൽ മാധവിക്കുട്ടിയുടെ ജീവിതകഥ സിനിമയാക്കുന്നു എന്ന പ്രഖ്യാപനം വന്നതു മുതൽ വിവാദങ്ങളായിരുന്നു. വിദ്യാ ബാലനായിരുന്നു സിനിമയിൽ ആദ്യം നായികയായി അഭിനയിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ നടി പിന്മാറിയതോടെ ആ സ്ഥാനത്തേക്ക് മഞ്ജു വാര്യർ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ചിത്രം കാണുന്നതിനായി രാഷ്ട്രീയ കലാരംഗത്തുള്ള അനേകം പ്രമുഖർ എത്തിയിരുന്നു. ചിത്രത്തെപ്പറ്റി വളരെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണങ്ങളും ലഭിക്കുന്നുണ്ട്. മലയാളികൾക്ക് അത്ര പ്രിയപ്പെട്ട എഴുത്തുകാരി കൂടിയാണ് മാധവിക്കുട്ടി. സിനിമയിലെ പ്രമുഖ നടീനടന്മാരും ആമിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു. മമ്മൂട്ടി കഴിഞ്ഞ ദിവസം ചിത്രം കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കമല സുരയ്യയുടെ ലേഖനങ്ങൾ എന്നും തനിക്ക് പ്രിയപ്പെട്ടവയായിരുന്നുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. വളരെ മികച്ച വ്യക്തിത്വമുള്ള എഴുത്തുകാരി കൂടിയാണ് കമല സുരയ്യ. സ്ക്രീനിലൂടെ മാധവിക്കുട്ടിയെ പുതുതലമുറയ്ക്ക് മുൻപിൽ എത്തിച്ചതിൽ അണിയറ പ്രവർത്തകരെ താൻ അഭിനന്ദിക്കുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞു. ചിത്രം വളരെ മികച്ചതായിരുന്നു. മാധവിക്കുട്ടിയെ സ്നേഹിക്കുന്നവർ ഈ ചിത്രം ഏറ്റെടുക്കുമെന്നതിൽ തനിക്ക് യാതൊരു സംശയവുമില്ല. എല്ലാവരും മികച്ച അഭിനയം കാഴ്ചവെച്ചതായും മമ്മൂട്ടി പറഞ്ഞു. മഞ്ജു തൻ്റെ കർത്തവ്യം വളരെ കൃത്യമായി പൂർത്തീകരിച്ചു. വളരെ മികച്ച അഭിനയമാണ് മഞ്ജു വാര്യർ ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും മമ്മൂട്ടി പറഞ്ഞു. വളരെയധികം മികച്ച മുഹൂർത്തങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നതായും അദ്ദേഹം പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.